ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോഴേ ഇന്ന് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഇന്ന് എന്താ പറയാ, ഇന്ന് വൈകുന്നേരം നമ്മൾ ഇരുട്ടാവാനായിട്ട് വീഡിയോ എടുക്കുമ്പോൾ പിന്നെ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവരെയൊക്കെ കാണിച്ചിരുന്നൊരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ അതല്ല നമ്മളുടെ എന്താ പറയാ, ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം എന്താന്നുള്ളതൊക്കെ. അപ്പൊ ഞാൻ ഇന്ന് വരെ ചെറിയൊരു കൂടൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ 15 എന്താ 2 തള്ളക്കോഴി കൂടിയാണുള്ളത്. അതിൽ ഇനി 3 കോഴിമുട്ടയും കൂടി വിരിയാളൂ കേട്ടോ. ബാക്കി 12 കോഴിക്കുഞ്ഞുങ്ങൾ നമ്മളെ അടുത്തുണ്ട്. ചിക്കുട്ടി വേണ്ട വേണ്ടില്ലേ? അപ്പൊ ഞാൻ ഇതാക്കുന്ന കൂട്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അകത്തുനിന്ന് എടുത്തോണം കേട്ടോ. അപ്പേ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇതാക്കുന്ന വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ആദ്യം വിരിഞ്ഞൊരു ബ്ലാക്ക് കോഴിക്കുഞ്ഞില്ലേ, അതാട്ടോ. പിന്നെ അതിപ്പോ എന്തായാലും 2 ദിവസം ആയാലും വിരിഞ്ഞിട്ട്. പിന്നെ നമ്മളെ ഈ ഒരു തള്ളക്കോയിന് ഞാൻ ഒഴിവാക്കാന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. അതങ്ങനെയല്ല, ഇന്നലെ ഈ 4 കോഴിമുട്ടയാട്ടോ ഇവളത് വിരിയാണ്ടായിരുന്നത്. അതും കൂടി ഞാൻ ഇവക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഏകദേശം ഇന്നലെ രാവിലെ തൊട്ട് ഏകദേശം കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് ഇനി 3 കോഴിമുട്ടയും കൂടിയേ വിരിയാനുള്ളൂ കേട്ടോ. അതിലൊരു കോഴിമുട്ടയിൽ കൊത്തു വീണിട്ടുണ്ട്, ബാക്കി 2 എന്താണെന്ന് അറിയില്ല. പിന്നെ ഇന്നലെ ഞാൻ രാത്രി ഇവളെ കൂട്ടിക്കൊണ്ടിട്ടു. പക്ഷെ ഇന്ന് രാവിലെ ആയപ്പോ വീണ്ടും ഇവള് വന്നിട്ട് പിന്നെ ഇവിടുത്തെ പാത്രമൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കോഴിമുട്ട വെച്ച പാത്രമൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ച് 2 തള്ളക്കോഴിക്കും കൂടി കുഞ്ഞുങ്ങൾ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മള് സെപ്പറേറ്റ് ബ്രൂഡർ ഒന്നും സെറ്റ് ചെയ്യാത്തതുകൊണ്ട് കുറച്ച് കൂടി കഴിയുമ്പോൾ ഒരു തള്ളക്കോഴിയുടെ ചൂട് മാത്രം മതിയാവില്ല. ഒരു 10-13 കുഞ്ഞുങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് 2 പേരെയും കൂടി ഒരു കൂട്ടിലിടാന്ന് കേട്ടോ. അപ്പൊ എന്തായാലും ഇന്ന് ഞാൻ ഇവരെ ഇന്നിപ്പോ വൈകുന്നേരം കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഞാന് ഇവരെ ഇന്ന് ഞാൻ നമ്മുടെ പുറത്തേക്ക് മാറ്റും കേട്ടോ. ഇപ്പൊ ഇവര് വിരിഞ്ഞ് ഇന്ന് രാവിലെ തൊട്ട് വിരിയാൻ തുടങ്ങിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്തായാലും ഈ ഒരു ചൂട് സമയത്ത് എന്തായാലും വെള്ളത്തിന്റെ ഒക്കെ ദാഹം എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പൊ നേരത്തെ ഞാൻ വെള്ളം കൊണ്ടുവച്ചപ്പോ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ചെറിയൊരു പാത്രത്തിൽ ഇപ്പം ഇവർക്ക് എല്ലാവർക്കും കൂടി നിൽക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതാക്കുന്ന വേഗം തന്നെ നമ്മൾ വേറൊരു കൂട്ടിലേക്ക് മാറ്റാട്ടോ ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള സംഭവമൊക്കെ നമ്മൾ അവിടെ പുറത്ത് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ മരപ്പൊടിയൊക്കെ ഇതാക്കുന്ന ഈ ഒരു ചെറിയൊരു ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ നന്നായിട്ട് വിതറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കഴിയുന്ന നമ്മളെ ന്യൂസ് പേപ്പർ തന്നെയാണ് നല്ലത്. അപ്പൊ എനിക്ക് ഇങ്ങനെ അങ്ങോട്ടേക്ക് ന്യൂസ് പേപ്പർ വെക്കാനുള്ള ഒരു ഗ്യാപ്പില്ല കേട്ടോ. അത് കണ്ടില്ല, മൊത്തം നെറ്റാട്ടോ, നമുക്ക് കൈ മുറിയും, അങ്ങോട്ടേക്ക് എത്തൂല. ഈ ഒരു ഞാൻ കാണിച്ചതാ, ഈ ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് എൻ്റെ കൈ എത്തൂല. അപ്പൊ അതുകൊണ്ടാട്ടോ ഞാൻ മരപ്പൊടി ഇട്ട് കൊടുക്കാൻ വിചാരിക്കുന്നത്. പിന്നെ ഇവർക്ക് ഇങ്ങനെ ചിക്കി ഇങ്ങനെ കഴിക്കാനൊക്കെ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊന്നും ഇട്ട് കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞൊക്കെ ചില ആൾക്കാരൊക്കെ ന്യൂസ് പേപ്പർ തന്നെയാട്ടോ വിരിച്ചു കൊടുക്കാം. അപ്പൊ എന്തായാലും ഇതാക്കുന്ന നല്ല മരപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മരപ്പൊടി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കേൾക്കാൻ ചാൻസ് ഇല്ല. ഇത് നമ്മളെ മരമൊക്കെ മുറിച്ചില്ലേ, മരം മുറിച്ചെടുത്തുനിന്ന് ആ മരത്തിന്റെ സൈഡിൽ അങ്ങനെ വീണെടുക്കണം. മരം മുറിക്കുന്ന മെഷീന്റെ അതിൽ നിന്ന് കിട്ടിയാട്ടോ. ഞാനന്ന് നമ്മൾ തൊട്ടടുത്ത് തന്നെ മരം മുറിച്ചപ്പം ഞാൻ എടുത്ത് വെച്ചാട്ടോ. അപ്പൊ ഞാൻ വേഗം ഇങ്ങനെ നോക്കും, നമ്മളെ കോഴിക്ക് മുട്ടയിടാനൊക്കെ പാത്രത്തിലൊക്കെ ഇങ്ങനെ ഒരു ബേസണിലൊക്കെ ഇങ്ങനെ ആക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതില് കുറച്ച് സ്ഥലമുണ്ട്, പക്ഷെ എന്താ പറയാ, ഹൈറ്റ് ഇല്ല നമ്മളെ ഈ ഒരു പെട്ടി കിട്ടോ. ഹൈറ്റ് കുറവാട്ടോ, ഈ ഒരു ഹൈറ്റേ ഉള്ളൂ. നീളമുണ്ട് കേട്ടോ, കണ്ടില്ലേ, അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് നീളമുണ്ട്. പിന്നെ നമ്മളെ ഈ ഒരു ചെറിയൊരു കൂടില്ല കോഴിക്കുഞ്ഞുങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ആ നിൽക്കുന്ന ആ ഒരു കൂട് കുറച്ച് പൊന്തിച്ച് വെച്ചാട്ടോ. ഇതിന്റെ ഉള്ളിലേക്ക് ചാക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ചു കൊടുത്താൽ കാഷ്ടം താഴത്തേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളെ എന്താ പറയാ, ഈ ഒരു ഏരിയയിൽ തന്നെ ഉണ്ട്. അപ്പൊ ചെറുതായിട്ടൊക്കെ ഒരു മഴക്കാറൊക്കെ കാണുന്നുണ്ട് കേട്ടോ നമ്മളവിടേക്കൊക്കെ. അപ്പൊ ഈ കൂടിന്റെ മുകളിലേക്ക് വെക്കാന്ന് പറഞ്ഞാല് കുറച്ച് ഹൈറ്റ് കൂടുതലാട്ടോ. ഞാൻ സ്റ്റൂളൊക്കെ ഇട്ടിട്ട് വേണം ഇതാക്കാൻ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാലോ എന്ന് വിചാരിച്ചത്. നമ്മൾ കുറച്ച് വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ തട്ടി തൂത്തിട്ടോ. പിന്നെ നമ്മളെ കൂടൊക്കെ എന്താ പറയുക, മരപ്പൊടിയൊക്കെ ഇട്ടിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും കൊണ്ടുവച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ നമ്മളെ കുഞ്ഞുങ്ങളെ കുറച്ച് ആൾക്കാരൊക്കെ എന്താ പറയുക, അതിലേക്ക് കൂട്ടിലേക്ക് മാറ്റാം കേട്ടോ. ഇതിപ്പോൾ വൈകുന്നേരമായിട്ടോ. ഞാൻ നാളെ മാറ്റാനായി വിചാരിച്ചത്. പിന്നെ നാളെ മാറ്റുമ്പോൾ പിന്നെ നേരം വൈകുമല്ലോ. അപ്പോൾ അതുകൊണ്ടാട്ടോ. തള്ളക്കോയ്ക്കാകെ ടെൻഷനായി.
ഇത് 12 കേട്ടോ. ഇനി 3 കൂടി ഉണ്ട് ബിരിയാണി. ഇതിനെ തന്നെ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ട് അവിടെ 2 തള്ളക്കോയും കൂടി മത്സരം കേട്ടോ. അപ്പൊ ശരിക്കും ഇങ്ങനെ കൊണ്ടുവരുന്നത് എല്ലാം വിരിഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറക്കേണ്ടത്. പക്ഷെ നമുക്ക് ആ ഒരു ചെറിയൊരു പാത്രത്തിലല്ലേ അടവെച്ച്. അപ്പൊ 2 തള്ളക്കോയ്ക്കും കൂടി ഈ കുഞ്ഞുങ്ങൾക്കും കൂടി കിടക്കാനുള്ള സ്ഥലമല്ല കേട്ടോ, അതുകൊണ്ടാണ് മാറ്റിയത്. കണ്ടില്ലേ? അപ്പൊ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ മക്കള് വീഡിയോ എടുത്തു തരല്ലോ. ഇങ്ങനെ ഇത് വെള്ളത്തിനൊക്കെ ദാഹിക്കുന്നെന്ന് തോന്നി. ഞാൻ ഒറ്റ പ്രാവശ്യം വെള്ളം കൊടുത്തുള്ളൂ. എന്താ പറയാ, ഇവർക്ക് ഇനി ഒരു തള്ളക്കോയിനെ ഇവരപ്പരിടണം. പിന്നെ അതുമല്ല നമ്മള് 3 കോഴിക്കുഞ്ഞുങ്ങളും കൂടി വിരിയാനുണ്ട്. അപ്പൊ ഒന്നിന് കോഴിമുട്ടയിൽ പൊട്ട് വീണിട്ടുണ്ട്. 2 സ്ഥിതി എന്താന്ന് എനിക്ക് അറിയില്ല. അപ്പൊ എന്തായാലും ഞാൻ ഇവരെ കൂട്ടിലേക്ക് മാറ്റട്ടെ കേട്ടോ. നമ്മൾ ഇനി കോഴിക്കുഞ്ഞുങ്ങൾ ഇതാക്കുന്നതിന്റെ ഉള്ളിലേക്ക് ഇറക്കാൻ പോവാ കേട്ടോ. അതെ, നമ്മള് മെല്ലെ മെല്ലെ എടുത്ത് അറിയാം. ചെറിയ മക്കളെ മരപ്പൊടിയൊക്കെ തിന്നാൻ തുടങ്ങുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വേഗം തീറ്റ സ്റ്റാർട്ടർ ആട്ടോ നമ്മള് കൊടുക്കുന്നത്. ഇതിപ്പോ നമ്മള് കുടിക്കാൻ വെള്ളം വെച്ചിരിക്കുന്നത് ശർക്കര വെള്ളാട്ടോ. ശർക്കര വെള്ളാട്ടോ കുടിക്കാൻ കൊടുക്കുന്നത്. പിന്നെ നമ്മള് നേരത്തെ ഞാൻ എല്ലാ കോഴിക്കുഞ്ഞുങ്ങൾക്കും ഒന്നും വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മള് ഈ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എന്താ പറയാ, പിന്നെ അവരങ്ങ് എന്താ പറയാ കൊത്തി കുടിച്ചോളൂ കേട്ടോ. പിന്നെ പരന്ന പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കുന്ന കേട്ടോ ഒന്നും കൂടി നന്നാവ്. അവർക്ക് എന്താ പറയുക ഇങ്ങനെ കൊത്തി കുടിക്കാൻ 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വെള്ളം നമുക്ക് കുടിക്കുന്ന ഒരു പാത്രത്തിൽ വെച്ചെടുത്താലും കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ വിരിഞ്ഞിറങ്ങി കഴിയേ നമ്മള് എന്താ പറയുക അവർക്ക് പെട്ടെന്ന് കുടിക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിൽ വെച്ചെടുക്കുന്നതായിരിക്കും നന്നാവുക. ഇനി അവര് ഇടയ്ക്കിടയ്ക്ക് വന്ന് കൊത്തി കുടിച്ചോളൂ കേട്ടോ. നമ്മള് സ്റ്റാർട്ടർ ഇതാക്കുന്ന ഒരു പാത്രത്തിലാണ് ഇട്ടെടുക്കുന്നത്. പിന്നെ ഇതിൽ കുറച്ച് റിസ്ക് ആട്ടോ. എന്താ വെച്ചാല് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടല്ല നമ്മള് കോഴിക്കുഞ്ഞ് ഇതിലിട്ട്. ഇങ്ങനെ കാണുമ്പോ ഒന്നും തോന്നൂല, പക്ഷെ ഈ നെറ്റൊക്കെ പൊന്തിച്ചിട്ട് വേണം നമ്മൾ തീറ്റയും വെള്ളമൊക്കെ വെച്ചെടുക്കാൻ. നമ്മള് ഇതിലേക്ക് ഒരു തള്ളക്കോയിനെ ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറന്നു. പിന്നെ പുതുതായിട്ട് ചാനൽ ആരെയും കാണുന്നത് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.